ഹലോ എവരിവൺ, എല്ലാവർക്കും ദിശ അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് CGL 2025 എക്സാമിന് വേണ്ടി CGL 2024 എക്സാമിൽ ചോദിച്ച ജോമെട്രിയുടെ ടോപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ബെസ്റ്റ് ക്വസ്റ്റ്യൻ സീരീസിലെ ആ ഒരു പ്ലേലിസ്റ്റ് നിങ്ങൾ മുടങ്ങാതെ കാണുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ഒരു സ്ഥലത്തും കിട്ടാത്തത്രയും നല്ല നിലവാരത്തിലുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ ഡിസ്കഷൻ ആണ്. അത് കഴിഞ്ഞ വർഷത്തെ മാത്രമല്ല, വന്നിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസിൽ ഏറ്റവും നിലവാരമുള്ള ചാപ്റ്റേഴ്സ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് എടുത്ത് ഓരോ ചാപ്റ്റർ വൈസ് ചെയ്യുന്ന ഒരു സീരീസ് ആണിത്. അപ്പോൾ ക്ലാസ്സുകൾ മുന്നത്തെ കണ്ടിട്ടില്ലെങ്കിൽ അത് കാണുക. അപ്പോൾ ഇത് നമ്മുടെ 75 ഡേയ്സ് ഫോക്കസ് ബാച്ചിന്റെ ഡീറ്റെയിൽസ് ആണ്. താല്പര്യമുള്ളവർക്ക് ഈ ഒരു നമ്പറിൽ വിളിക്കാം. ക്വാളിറ്റി ആയിട്ടുള്ള ക്ലാസ്സുകൾ വിത്ത് ഓരോ ദിവസത്തെ പ്ലാനോട് കൂടിയുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അതുപോലെ SSC റെയിൽവേ കോഴ്സുകളുടെ ഡീറ്റെയിൽസ് ആണ്. കോഴ്സുകളുടെ ഡീറ്റെയിൽസിനായിട്ട് നിങ്ങൾക്ക് ഈ ഒരു നമ്പേഴ്സിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ ഇത് ഓഫ്ലൈൻ സെന്റേഴ്സിന്റെ ഡീറ്റെയിൽസ് ആണ്. ഇപ്പൊ നമുക്ക് നമ്മുടെ ടോപ്പ് ആയിട്ടുള്ള ഒരു 2, 3 അങ്ങനെ 9 ക്വസ്റ്റ്യൻസ്, നല്ല ടോപ്പ് ലെവലിലുള്ള 9 ക്വസ്റ്റ്യൻസ് ആണ്. ജോമെട്രിയിൽ നിന്ന് വന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഫ്രം എ പോയിന്റ് ടി എ ടാൻജന്റ് ടി പി അറ്റ് പോയിന്റ് പി. അപ്പൊ ഞാൻ ആദ്യം ഒരു കാര്യം പറയാം. നമ്മൾ ജോമെട്രി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ 80% നിങ്ങൾ ഫിഗർ കറക്റ്റ് ആയിട്ട് വരച്ചു കഴിഞ്ഞാൽ 80% പ്രോബ്ലവും അവിടെ സോൾവ് ആയി. ഓക്കെ, ഇനി നമുക്ക് മുന്നോട്ട് പോകും. ഫ്രം എ പോയിന്റ് ടി എ ടാൻജന്റ് ടി പി അറ്റ് എ പോയിന്റ് പി ഈസ് ഡ്രോൺ ടു ദ സർക്കിൾ വിത്ത് സെന്റർ ഓ എ secant TQR. പോയിന്റ് Q is near to point T is drawn from the point T. Triangle PQR is inscribed into the circle by joining the points PQR. Draw lines OQ and OR. അപ്പൊ ഇങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഒരിക്കലും നിങ്ങൾ അരിത്തമെറ്റിക് മാത്സ് വായിക്കുന്നത് പോലെ അഡ്വാൻസ് മാത്സിന്റെ ക്വസ്റ്റ്യൻസ് വായിക്കാൻ പാടില്ല, അല്ലെങ്കിൽ ജോമെട്രിയുടെ ക്വസ്റ്റ്യൻസ് വായിക്കാൻ പാടില്ല. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ അവർ പറഞ്ഞിട്ടുണ്ട്, ടി എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും ഒരു ടാൻജന്റ് വരയ്ക്കുന്നു സെന്റർ O എന്നുള്ള സർക്കിളിലോട്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു സർക്കിളിനെ നമുക്ക് ആദ്യം വരയ്ക്കും. അപ്പൊ ഇതൊരു സർക്കിൾ ആണെങ്കിൽ, ഇതൊരു സർക്കിൾ ആണ്. അപ്പൊ ഈ സർക്കിളിലെ ഒരു പോയിന്റിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, ഫ്രം എ പോയിന്റ് ടി എന്ന് പറയുന്ന ഒരു പോയിന്റിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ടാൻജന്റ് വരയ്ക്കുന്നു. പി എന്ന് പറയുന്ന പോയിന്റിലേക്ക് എന്ത് ചെയ്യുന്നു, ഒരു ടാൻജന്റ് വരയ്ക്കുന്നു. അതാണ് അവർ ആദ്യം പറഞ്ഞത്. അപ്പൊ അവിടെ നിന്ന് എന്ത് ചെയ്യണം, നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് എന്ത് ചെയ്യാം, ഒരു ടാൻജന്റ് നമ്മുടെ ടി എന്ന് പറയുന്ന പോയിന്റിലോട്ട് എന്ത് ചെയ്യും, ഒരു ടാൻജന്റ് വെച്ചു. യെസ്, ടാൻജന്റ് ആണ് വിചാരിക്കുക. അപ്പൊ ഇത് പി എന്ന് പറയുന്ന പോയിന്റ് ആണ് ഇവിടെ ഉള്ളത്. ടി പി എന്ന് പറയുന്നത് എന്താണ്, ടാൻജന്റ് ടി പി അറ്റ് പോയിന്റ് പി ഡ്രോൺ ടു സർക്കിൾ വിത്ത് സെന്റർ O എന്ന് പറയുന്നത് എന്താണ്, സർക്കിളിന്റെ സെന്റർ ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമുക്ക് വരയ്ക്കാൻ പറ്റും. എ secant TQR where Q is near to point T. അപ്പൊ ടിയുടെ അടുത്താണ് Q എന്ന് പറയുന്നത്. അപ്പൊ ഞാനിവിടെ സെന്റർ ഇതാണെങ്കിൽ ടി ഇവിടുത്തെ പോയിന്റ് ആണെന്ന് വെച്ചു, ഇത് ചെയ്തു, നേരെ വരച്ചു. TQR, Q ടിയുടെ അടുത്താണ്, ഇവിടെ R വന്നു. ഓക്കെ, അപ്പൊ TQR ആണ് നമ്മുടെ ആ ഒരു സീക്കൻഡ്. ഇനിയാണ് നമ്മൾ സീക്കൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ കോഡ് എന്ന് പറഞ്ഞാൽ അകത്ത് മാത്രം ജോയിൻ ചെയ്യുന്നതാണ്. സീക്കൻഡ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും, പുറത്ത് നിന്ന് എന്ത് ചെയ്യും, അകത്തോട്ട് വരയ്ക്കുന്ന ആ ഒരു ലൈൻ, ഇതിനാണ് സീക്കൻഡ്. TR എന്ന് പറയുന്നത് സീക്കൻഡ് ആണ്. യെസ്, അപ്പൊ ഇത്രയും വരെയുള്ള പരിപാടി കഴിഞ്ഞു. ട്രയാങ്കിൾ PQR is inscribed into the circle. ഇപ്പൊ PQR, P ഉണ്ട്, Q ഉണ്ട്, യെസ്, PQR, P ഉണ്ട്, ഇവിടെ P ഉണ്ട്, ഇവിടെ Q ഉണ്ട്, ഇവിടെ R ഉണ്ട്. യെസ്, ട്രയാങ്കിൾ PQR is inscribed into the circle by joining the points PQ and R. Draw lines OQ and OR. OQ എന്ന് പറയുന്ന ലൈനും OR എന്ന് പറയുന്ന ലൈനും വരയ്ക്കാൻ പറയുന്നു. PTQ is 27 ഡിഗ്രി. PTQ ഇത് എത്രയാണ്, ഇത് 27 ഡിഗ്രി എന്ന് പറയുന്നു. ആൻഡ് TPQ ഇതിന്റെ വാല്യൂ വന്നിട്ടുണ്ട് 55 ഡിഗ്രി. ദെൻ വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് ROQ? ഇതിന്റെ ഈ ഒരു ആംഗിൾ വാല്യൂ ആണ് വേണ്ടത്. അപ്പൊ ഈ ഫിഗർ വരച്ചാൽ തന്നെ 80% എന്തായി, ഇവിടെ സോൾവ് ആയി കഴിഞ്ഞു. നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഇനി ചെയ്യാൻ പറ്റുന്നുണ്ടോ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കേ, എന്ത് കിട്ടും നോക്കേ. യെസ്, അപ്പോൾ നമുക്ക് ചെയ്യാം. അപ്പൊ ഇവിടെ നമ്മൾ കുറച്ച് തിയറംസ് ജോമെട്രിയിൽ പഠിച്ചു. ജോമെട്രി നിങ്ങൾ ക്ലാസ് എടുത്ത് പഠിച്ചിട്ടുണ്ടെങ്കിൽ ജോമെട്രിയിൽ ഓൾറെഡി പഠിപ്പിച്ച തിയറംസ് അവിടെ ഉണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വളരെ വ്യക്തമായിട്ട് നമുക്ക് പഠിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇവിടെ 55ഉം 27. അപ്പൊ ഇവിടുത്തെ ഈ ആംഗിൾ എത്ര ആയിരിക്കും, 55 + 27 ആയിരിക്കും. ഈ തീരത്തെയാണ് നമ്മൾ ഓൾട്ടർനേറ്റ് സെഗ്മെന്റ് തീരം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എക്സ്റ്റീരിയർ ആംഗിൾ തീരം എന്ന് പറയുന്നത്. 55ഉം 27. അപ്പൊ PQT ട്രയാങ്കിളില് PQR എന്ന് പറയുന്നത് എന്താണ്, എക്സ്റ്റീരിയർ ആംഗിൾ ആണ്. എക്സ്റ്റീരിയർ ആംഗിൾ എന്ന് പറഞ്ഞാൽ സം ഓഫ് ഓപ്പോസിറ്റ് ഇന്റീരിയർ ആംഗിൾസ് ആണ്. 55, 27, 82 ഡിഗ്രിയാണ് PQR എന്ന് പറയുന്ന ആംഗിൾ. PQR എന്ന് പറയുന്ന ആംഗിൾ 82 ഡിഗ്രിയാണ്. യെസ്, 82 ഡിഗ്രിയാണ് നമുക്ക് അവിടെ കിട്ടിയത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഈ ഒരു ആംഗിൾ, ഇവിടുത്തെ ആംഗിൾ, ഇതിപ്പം ഞാൻ M ആണെന്ന് വെച്ചോ. അപ്പൊ ആംഗിൾ MPR എന്ന് പറയുന്നത് ഏതായിരിക്കും, ഇത് 82 ആണെങ്കിൽ MPR എത്ര തന്നെ ആയിരിക്കും, 82 ആണ്. അപ്പൊ എന്തുകൊണ്ടാണ് 82 വരുന്നത്,
ഇതിനാണ് നമ്മൾ ആൾട്ടർനേറ്റ് സെഗ്മെന്റ് തിയറം എന്ന് പറയുന്നത്. അതായത് ഒരു കോഡും ഒരു ടാൻജന്റും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എന്ന് പറയുന്നത് അതേ കോഡ് ഓപ്പോസിറ്റ് സൈഡ് ഓഫ് ദാറ്റ് കോഡ്, ഓപ്പോസിറ്റ് സൈഡിൽ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ സർക്കിളിൽ ഉണ്ടാക്കുന്ന, ഓപ്പോസിറ്റ് സൈഡിൽ സർക്കിളിൽ ഉണ്ടാക്കുന്ന ആംഗിളിന് ഈക്വൽ ആയിരിക്കും. അപ്പൊ ഇതിവിടെ 82 ആണെങ്കിൽ അതേ കോഡ് ടാൻജന്റുമായിട്ട് ഉണ്ടാക്കുന്ന ഈ ആംഗിൾ എത്ര ആയിരിക്കും? ഇതും 82 ഡിഗ്രി. അപ്പൊ ഇവിടെ ഒരു സ്ട്രേറ്റ് ലൈൻ ആണ്. അപ്പൊ ആ സ്ട്രേറ്റ് ലൈനിൽ ഇവിടെ 82 വന്നു, ഇവിടെ 85 വന്നു. 82 55 എത്രയായി? സ്ട്രേറ്റ് ലൈനിലെ ടോട്ടൽ ആംഗിൾ 180 ആണ്. അപ്പോൾ 180 വരണമെങ്കിൽ അവിടെ എത്ര വന്നേ പറ്റൂ? 82 55 എത്രയായി? 137 ആയി. ബാക്കി എത്ര വേണം? 43 വേണം. 180 ആണ്. അപ്പൊ ഈ ഒരു ആംഗിൾ എത്രയാണ്? കാര്യം ഈ സ്ട്രേറ്റ് ലൈനിലെ ആംഗിൾ എത്രയാണ്? 180 ആണ്. അത് മൂന്നാമത്തെ പ്രോപ്പർട്ടി. അപ്പൊ ഇത് 43 ആണെങ്കിൽ RPQ 43 ആണെങ്കിൽ ROQ എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും? അതിന്റെ ഇരട്ടി 86 ആയിരിക്കും. അവിടെ നമ്മൾ സർക്കിളിന്റെ പ്രോപ്പർട്ടി പഠിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നുകിൽ ക്ലാസ്സിൽ പഠിച്ചവരുണ്ട്, അല്ലെങ്കിൽ CGL 2023 വേണ്ടി ഞാൻ തന്നെ സർക്കിളിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ക്ലാസ് ചെയ്തിട്ടുണ്ട്. അതിൽ ഈ പ്രോപ്പർട്ടീസ് എല്ലാം ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പം സർക്കിൾ ദിശ അക്കാദമി സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ആ ഒരു ക്ലാസ് കിട്ടും. 2-3 ക്ലാസ് ഉണ്ട്. അപ്പൊ ഇതെന്തായിരിക്കും? ഒരു സർക്കിളിന്റെ സെന്ററിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എന്ന് പറഞ്ഞാൽ ഒരു കോഡ് RQ എന്ന് പറയുന്ന കോഡ് ഇവിടെ സെന്ററിൽ ഉണ്ടാക്കുന്ന ആംഗിള് നമ്മുടെ സർക്കംഫറൻസിൽ, അതേ കോഡ് സർക്കംഫറൻസിൽ ഉണ്ടാക്കുന്ന ആംഗിളിന്റെ എന്തായിരിക്കും? ഡബിൾ ആയിരിക്കും. അപ്പോൾ ഇത് 43 ആണെങ്കിൽ ഇവിടെ എത്ര വരും? 86. ഫിഗർ വരയ്ക്കുക. ബാക്കി ഇത്രയൊന്നും എഴുതേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് 55 27 ഉണ്ട്, ഇത് 82 ഉണ്ട്, ഇത് എന്തായിരിക്കും? 82 ആയിരിക്കും. ഫിഗർ നോക്കി തന്നെ നിങ്ങൾക്ക് ചെയ്യാം. ബാക്കി 41 41 എന്ത് ചെയ്യാം? 86. ഓൺലി ഫിഗർ മാത്രം വരച്ച് എന്ത് ചെയ്യാം? ബാക്കി കാര്യങ്ങൾ നിങ്ങൾക്ക് മൈൻഡിൽ എന്ത് ചെയ്യണം? ചെയ്യാം. ഇതൊരു നല്ല ക്വസ്റ്റൻ ആണ്. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് പോകേണ്ട ക്വസ്റ്റൻ ആണ്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്വസ്റ്റൻ, സെക്കൻഡ് ക്വസ്റ്റൻ. ആൾട്ടർനേറ്റ് സെഗ്മെന്റ് തിയറം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചു. അടുത്ത ക്വസ്റ്റൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കേ. AB is a chord of circle with the center O. A line segment DOC originating from point D on the circumference of the circle in the major segment meets AB produced at C such that BC. അപ്പൊ ഇത് ഇങ്ങനെ വായിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമൊന്നുമില്ല. അപ്പൊ നമുക്ക് എന്ത് വേണം? AB എന്ന് പറഞ്ഞാൽ ഒരു കോഡാണ്. ഏതിലെ കോഡാണ്? ഒരു സർക്കിൾ വിത്ത് സെന്റർ O. അപ്പൊ ഞാൻ ഇവിടെ ഒരു സർക്കിൾ വരയ്ക്കുന്നു. അതിന്റെ സെന്റർ ഏതാണ്? O ആണ് അതിന്റെ സെന്റർ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ എ ലൈൻ സെഗ്മെന്റ് DOC ഒറിജിനേറ്റിംഗ് ഫ്രം പോയിന്റ് D ഓൺ സർക്കിൾ. അപ്പോൾ DOC എന്ന് പറയുന്ന ഒരു ലൈൻ സെഗ്മെന്റ് പോയിന്റ് D ഓൺ ദ സർക്കംഫറൻസ് ഓഫ് സർക്കിൾ ഇൻ ദ മേജർ സെഗ്മെന്റ് മീറ്റ്സ് AB പ്രൊഡ്യൂസ്ഡ് അറ്റ് C. അപ്പൊ ഇവിടെ ഞാൻ AB എന്ന് പറഞ്ഞ കോഡാണ്. അപ്പൊ AB എന്ന് പറയുന്ന കോഡിന്റെ മൈനർ സെഗ്മെന്റ് ഇതും, ചെറിയ സെഗ്മെന്റ് ഇതും, മേജർ സെഗ്മെന്റ് ഇതുമാണ്. അപ്പൊ മേജർ സെഗ്മെന്റ് ഇതാണ് എന്ത് ചെയ്യുന്നത്? D എന്ന് പറയുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിവിടെ D എന്ന് പറയുന്ന പോയിന്റ് ഇവിടെ ഉണ്ടെങ്കിൽ, അപ്പോൾ a line segment DOC originated from point D on the circumference of the circle in the major segment meets AB produced at C such that AB produced at C. കുറച്ചുകൂടെ ചരിച്ച് വരയ്ക്കണം. എന്ത് ചെയ്യണം? അവിടെ മീറ്റ് ചെയ്യാനുള്ളതാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? കുറച്ചൊന്ന് ചരിച്ച് വരയ്ക്കാം. എവിടെ മീറ്റ് ചെയ്യുന്നത്? C എന്ന് പറയുന്ന പോയിന്റ് മീറ്റ് ചെയ്യുന്നു. ഇത് O എന്ന് പറഞ്ഞ റേഡിയസ് ആണ്. ഇതാണ് D എന്ന് പറയുന്ന പോയിന്റ്. യെസ്, ഇത്രയും വരെ നമുക്ക് എന്തായി? മനസ്സിലായി. ഇനി ഇവരെന്താ പറയുന്നത്? AB produces BC യും OD ഈക്വൽ ആണ്. B മുതൽ C വരെയുള്ള ദൂരവും O മുതൽ D വരെയുള്ള ദൂരം. അപ്പോൾ OD എനിക്ക് എന്ത് പറയാം? എനിക്ക് റേഡിയസ് ആയിട്ട് പറയാം. BC OD റേഡിയസ് ആയിട്ട് പറയാം. അവർ പറഞ്ഞിട്ടില്ല എവിടാണ് റേഡിയസ്, എവിടെയാണ് ഇരിക്കുന്നത്. AB ഒരു കോഡ് ഓഫ് സർക്കിൾ സെന്റർ, ലൈൻ സെഗ്മെന്റ് DOC ആണ്. ലൈൻ സെഗ്മെന്റ് DOC ആണ്. അപ്പൊ സെന്റർ അതാണ്. ഇപ്പൊ DO എന്ന് പറയുന്നത് എന്താണ്? റേഡിയസ് ആണ്. BC എന്ന് പറയുന്നത് എന്താണ്? റേഡിയസ് ആണ്. രണ്ട് ഈക്വൽ ആണെന്ന് പറഞ്ഞത്. ഇഫ് ദ ആംഗിൾ BCO ഈ ആംഗിൾ എത്രയാണ് തന്നിട്ടുള്ളത്? 30 ഡിഗ്രി തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആംഗിൾ AOD എന്ന് പറയുന്ന ഈ ഒരു ആംഗിൾ ആണ് ചോദിച്ചിട്ടുള്ളത്. എങ്ങനെ ചെയ്യാൻ പറ്റും? ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. AOD എത്ര വരുമെന്ന് എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് ചെയ്ത് നോക്കി. ഓക്കെ, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയെന്ന് വിശ്വസിക്കുന്നു. ഒന്ന് പോസ് ചെയ്തിട്ട് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു? നമ്മുടെ കൺസ്ട്രക്ഷൻ നടത്തുവാണ്. ജസ്റ്റ് ഈ ഒരു ലൈൻ വരച്ച എന്താ ഗുണം? ഈ ഒരു സൈഡ് റേഡിയസ് ആണ് OA, OB എന്ന് പറയുന്നതാണ് റേഡിയസ് ആണ്. അപ്പോൾ OD എന്ന് പറയുന്നതും OA എന്ന് പറയുന്നതും OB എന്ന് പറയുന്നതും അതുപോലെ BC എന്ന് പറയുന്നത് എന്താണ്? എല്ലാം റേഡിയസ് ആണ്. ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് BC ഈക്വൽ ആണെന്ന്. റേഡിയസ് ആയതുകൊണ്ട് ഇത് 30 ആണെങ്കിൽ ഇതും എന്തായിരിക്കും? 30 ആയിരിക്കും. എന്തുകൊണ്ടാ? ഈക്വൽ സൈഡിന് ഒരു ട്രയാങ്കിൾ ഈക്വൽ സൈഡിന് ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. അപ്പൊ ഇത് എത്ര ആയിരിക്കും? ഇത് 60 ആയിരിക്കും. ഇത് 60 ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? യെസ്, വരാൻ അങ്ങോട്ട് പോവാം. ഇത് 60 ആണെങ്കിൽ ഈ ആംഗിൾ ഈക്വൽ ആണ്. ഇത് 60 ആയിരിക്കും. ഇത് എത്ര ആയിരിക്കും? 60 ആയിരിക്കും. അപ്പൊ ഇവിടെ ഓൾറെഡി ഇവിടെ 30 വന്നു, ഇവിടെ 60 വന്നു. ഈ സ്ട്രേറ്റ് ലൈൻ DOC എന്ന് പറഞ്ഞ സ്ട്രേറ്റ് ലൈൻ നോക്കുമ്പോൾ ടോട്ടൽ ആംഗിൾ 180 വരണ്ട സ്ട്രേറ്റ് ലൈനിൽ. ഇവിടെ 60ഉം ഇവിടെ 30ഉം വന്നു. ബാക്കി ഇവിടെ എത്ര വന്നേ പറ്റൂ? ഇവിടെ ബാക്കി 90 വന്നേ പറ്റൂ. എങ്കിൽ മാത്രമേ 90ഉം 60ഉം 30ഉം ഇവിടെ 90ഉം 60ഉം ഈ ആംഗിൾ 30 ചേർത്ത് 180 വരത്തുള്ളൂ. അപ്പൊ നമുക്ക് എന്ത് പറയാം? AOD എന്ന് പറയുന്ന ആംഗിൾ എത്രയാണ്? ആംഗിൾ AOD എന്ന് പറയുന്നത് എത്ര ഡിഗ്രിയാണ്?
90 ഡിഗ്രി ആണെന്ന് ഈസി ആയിട്ട് പറയാം. ആ ഫിഗർ വരയ്ക്കുന്ന കാര്യത്തിൽ മാത്രമേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുള്ളൂ. അത് പ്രാക്ടീസിലൂടെ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ശരിയാക്കാൻ പറ്റും. എക്സാമിന്റെ ഡേറ്റും നിങ്ങൾക്ക് കാണാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അടുത്ത ക്വസ്റ്റ്യൻ ചെയ്തേ, ഒന്ന് ട്രൈ ചെയ്തോക്കെ. യെസ്, യെസ്, ചെയ്യാൻ പറ്റും നോക്കി. അതുപോലെ ഈ ക്വസ്റ്റ്യൻ ഒന്ന് ട്രൈ ചെയ്തേ. ചെയ്യാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കി. A triangle ABC is made on a circle where AB is the diameter of the circle. If BC is equal to the radius of the circle and ABC equal to x into BAC, then x ന്റെ വാല്യൂ ആണ് ചോദിച്ചത്. ഇപ്പൊ ട്രയാങ്കിൾ ABC is made on a circle. ഇപ്പൊ സർക്കിളിന്റെ അകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, ട്രയാങ്കിൾ ABC വരയ്ക്കുന്നു. AB ഡയമീറ്റർ ആണെന്ന് പറയുന്നത്. AB ഡയമീറ്റർ ആണ്. ABC എന്ന് പറയുന്ന ട്രയാങ്കിൾ ആണ് നമ്മൾ എവിടെ വരയ്ക്കുന്നത്, സർക്കിളിന്റെ അകത്ത് വരയ്ക്കുന്നത്. വരച്ചു. എ ബി അതുപോലെ സി, എ ബി സി എന്ന് പറയുന്ന ട്രയാങ്കിൾ എന്ത് ചെയ്തു നമ്മൾ ഇതിനകത്ത് ഇൻസ്പെക്ട് സർക്കിൾ വെയർ എ ബി ഇസ് ദ ഡയമീറ്റർ ഓഫ് സർക്കിൾ. ഇഫ് ബി സി ഈക്വൽ ടു റേഡിയസ് ഓഫ് ദ സർക്കിൾ. ബി സിയും റേഡിയസ് ആണ്. ബി സി റേഡിയസ് ആണെങ്കിൽ ഇവിടെ ഇതും ഒ എയും ഒ ബിയും ബി സിയും എല്ലാം ഈക്വൽ ആണ്. ഇവിടെ എത്രയാണ്, ഇത് 90 ഡിഗ്രി ആണ്. നമുക്കറിയാം സെമി സർക്കിളിൽ ഉണ്ടാക്കുന്ന ഒരു ഡയമീറ്റർ സർക്കംഫറൻസ് ഉണ്ടാക്കുന്ന എത്ര ആംഗിൾ എത്രയാണ്, 90 ഡിഗ്രി. സർക്കിളിന്റെ പ്രോപ്പർട്ടി എല്ലാം ആ ക്ലാസ്സിൽ ഓൾറെഡി പഠിപ്പിച്ചിട്ടുള്ളതാണ്. ഇഫ് ബി സി ഈസ് ഈക്വൽ ടു റേഡിയസ് ഓഫ് സർക്കിൾ ആൻഡ് എ ബി സി ഈക്വൽ ടു, അപ്പൊ നമുക്ക് എന്താ വേണ്ടത്, ആംഗിൾ എ ബി സി ഡിവൈഡഡ് ബൈ ആംഗിൾ ഡി എ സി ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, എക്സിന്റെ വാല്യൂ കിട്ടും. പി എസ് താഴെ. അപ്പൊ ആംഗിൾ എ ബി സി ഈ ആംഗിൾ വേണം. അതുപോലെ ആംഗിൾ ബി എ സി ഈ ആംഗിളും വേണം. അപ്പൊ ഇവിടെ നോക്കേ, ഇത് 90 ആണ്. അപ്പൊ ഇവിടെ ബി സി ഒരു യൂണിറ്റ് ആണെങ്കിൽ ഇത് ഒന്നും ഈക്വൽ ആണ്, റേഡിയസ് ആണ്. അപ്പൊ ഇത് എത്രയാണ്, 2 യൂണിറ്റ് ആണ്. അപ്പൊ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ 90യുടെ ഓപ്പോസിറ്റ് 2, 30യുടെ ഓപ്പോസിറ്റ് 1 യൂണിറ്റ്, 6യുടെ ഓപ്പോസിറ്റ് √3 യൂണിറ്റ്. ഇങ്ങനെയാണ് നമ്മളുടെ ട്രിഗ്നോമെട്രിയിൽ നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പൊ ഇവിടെ 90യുടെ ഓപ്പോസിറ്റ് 2 യൂണിറ്റ് ഉണ്ട്. ഇവിടെ എത്ര ആയിരിക്കും, ഇവിടെ 30 ഡിഗ്രി ആയിരിക്കും. എങ്കിൽ ഇത് 1 യൂണിറ്റ് വരത്തുള്ളൂ. അപ്പൊ ഇത് ഓട്ടോമാറ്റിക്കലി എന്തായിക്കോളും, 60 ഡിഗ്രി ആയിക്കോളും. ഇവിടെ √3 ആണെന്ന് ഒന്നും പറഞ്ഞിട്ടില്ല. 30യുടെ ഓപ്പോസിറ്റ് 1 ആണെങ്കിൽ 90യുടെ ഓപ്പോസിറ്റ് 2 ആയിരിക്കും, നമുക്കറിയാം. അപ്പൊ നമുക്ക് പറയാം ആംഗിൾ എ ബി സി, അപ്പൊ ഇത് എത്ര ആയിരിക്കും, 60 ആയിരിക്കും. അപ്പൊ ആംഗിൾ എ ബി സി എന്ന് പറഞ്ഞാൽ എത്രയാണ്, എ ബി സി പറഞ്ഞാൽ 60 ഡിഗ്രി ആണ്. ആംഗിൾ ബി എ സി എന്ന് പറഞ്ഞാൽ 30 ഡിഗ്രി ആണ്. 60/30 2 ആയിരിക്കും എന്ന് പറഞ്ഞാൽ എക്സിന്റെ വാല്യൂ. ഓപ്ഷൻ ബി നമുക്ക് ആൻസർ. ഈ ഒരു പ്രോപ്പർട്ടി അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാം. 2 ആണ് എല്ലാവർക്കും കിട്ടിയെന്ന് വെച്ചിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ ഇതൊന്നും ചെയ്തേ.
AB is a chord of length 32 cm of a circle with radius 20 cm. The tangents at A and B intersect at point T. Find the length of TA. അല്ലെങ്കിൽ AT എന്ന് പറയുന്ന ലെങ്ത് നല്ല ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇവിടെ നമ്മൾ ഫിഗർ വരയ്ക്കുകയാണെങ്കിൽ AB ഒരു കോഡാണ്, 32 സെന്റിമീറ്റർ ഉള്ള ഒരു കോഡാണ്. അപ്പൊ നമുക്ക് ആദ്യം സർക്കിൾ വരയ്ക്കാം. അപ്പൊ സർക്കിൾ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇത് സ്വന്തമായിട്ടൊന്ന് ചെയ്ത് നോക്കാം. മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണിത്. ഓപ്ഷൻ പോയിന്റിലാണ് കിടക്കുന്നത്. അപ്പൊ അതില് എ ബി എന്ന് പറയുന്നത് എന്താണ്, ഒരു കോഡാണ്. ലെങ്ത് വന്നിട്ട് 32 സെന്റിമീറ്റർ. ഓക്കെ, എ ബി എന്ന് പറയുന്ന ഒരു കോഡാണ്. ഫിഗർ കറക്റ്റായിട്ട് വരയ്ക്കുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. ഇത് കുറെ പ്രാക്ടീസ് ചെയ്താലേ ശരിയാവത്തുള്ളൂ. അപ്പൊ എ ബി എന്താണ്, എ ബി ഒരു കോഡാണ്. റേഡിയസ് വന്നിട്ടുണ്ട് 20 സെന്റിമീറ്റർ ആണ് റേഡിയസ്. അപ്പൊ ഞാനിവിടെ സെന്റർ വരയ്ക്കുന്നു, O എന്ന് പറയുന്ന സെന്റർ വരയ്ക്കുന്നു. റേഡിയസ് 20 സെന്റിമീറ്റർ ആണ്. അപ്പൊ ഇവിടെ ഇങ്ങനെ ജോയിൻ ചെയ്താൽ എത്രയാണ്, 20 ആണ്. ഫിഗർ വരയ്ക്കുന്ന കുറച്ച് നല്ല 20 ആണ്. എ മുതൽ O വരെയുള്ള ഈ ദൂരത്താണ് 20 സെന്റിമീറ്റർ ആണ്. ഞാൻ ഇവിടെ ജോയിൻ. ഈ പറയുന്നത് ടാൻജൻസ് അറ്റ് എ ആൻഡ് ബി, എയുടെയും ബിയുടെയും ഉള്ള ടാൻജൻസ്, തൊടുവരകൾ, ടാൻജൻസ് എയിലും ബിയിലുള്ള ടാൻജൻസ് എവിടെയാണ് മീറ്റ് ചെയ്യുന്നത്, ടി എന്ന് പറയുന്ന പോയിന്റിൽ മീറ്റ് ചെയ്യുന്നത്. എസ് ടി എന്ന് പറയുന്ന പോയിന്റിൽ മീറ്റ് ചെയ്യുന്നത്. ഫൈൻഡ് ദ ലെങ്ത് ഓഫ് എയ്റ്റ്. 80 എന്ന് പറയുന്ന ലെങ്ത് ആണ് നമുക്ക് വേണ്ടത്. ഇതിന്റെ ആ വാല്യൂ എന്നുള്ളത്. അപ്പൊ 80 BT ഒക്കെ എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. അപ്പൊ ഞാനിവിടെ പരിപാടി തുടങ്ങുവാണ്, നമ്മുടെ കാൽക്കുലേഷനും കാര്യങ്ങളൊക്കെ തുടങ്ങുവാണ്. ക്വസ്റ്റ്യൻ ചെറുതാണ്, പക്ഷേ ഇവിടെ 80 എന്ന് പറഞ്ഞാൽ ലെങ്ത് വേണം. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടുന്ന് ഈ ഒരു എ ബിയിലേക്ക് എന്ത് ചെയ്യുന്നു, 90 ഡിഗ്രിയിൽ ലൈൻ വരയ്ക്കും. വേറൊരു കളർ വരയ്ക്കും എളുപ്പത്തിൽ. ഞാൻ ഇവിടുന്ന് എന്ത് ചെയ്യുന്നു, 90 ഡിഗ്രിയിൽ ഒരു ലൈൻ വരയ്ക്കുന്നു. ഇത് 90 ഡിഗ്രി ആണെങ്കിൽ നമുക്കിത് 32 സെന്റിമീറ്റർ ആയിരുന്നു ആ കോഡിന്റെ ലെങ്ത്. 16 അങ്ങനെ എന്ത് ചെയ്യും, ഇത് വരും. അപ്പൊ ഈ ഒരു ട്രയാങ്കിൾ നോക്കേ, എ ഒ ഇത് എം ആണെന്ന് വെച്ചാൽ എ ഒ ട്രയാങ്കിൾ. ഹൈപ്പോട്ടൻസ് 90യുടെ ഓപ്പോസിറ്റ്, ഹൈപ്പോട്ടൻസ് 20ഉം മറ്റേത് 16ഉം ആണ്. അപ്പൊ 20-നകത്ത് ആരുണ്ട്, 4 ഗുണം 5 ആണ്. ഇത് 4 ഗുണം 4 ആണ്. ഇപ്പൊ ഇവിടെ ആര് കാണും, 4 ഗുണം 3 കാണും. കാര്യം 4 എല്ലാത്തിടത്തും ഉണ്ട്. പിന്നെ 5, 4, 3 ട്രിപ്ലറ്റ് ആണ്. അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ √ ഓഫ് 20 സ്ക്വയർ മൈനസ് √ ഓഫ് 16 സ്ക്വയർ അങ്ങനെ ചെയ്താലും എന്തിട്ട്, √ 147 12 കിട്ടും. അപ്പൊ ഒ എം എന്ന് പറയുന്ന ലെങ്ത് എന്ത് കിട്ടി നമുക്ക്, 12 സെന്റിമീറ്റർ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാൽക്കുലേഷൻസ് ആണ്. 12 സെന്റിമീറ്റർ ഒ എം എന്ന് പറയുന്നത്. ഈ നോക്കി നമുക്ക് എന്താ വേണ്ടത്, നമുക്ക് 80 ആണ് വേണ്ടത്. അപ്പൊ ഇതും 90 ഡിഗ്രി ആണ്. അപ്പൊ നിങ്ങൾ ഈ ഒരു പോർഷൻ മാത്രം നോക്കി, ഈ ഒരു പോർഷൻ മാത്രം നോക്കി. നല്ല ക്വസ്റ്റൻ ആണ് കേട്ടോ. ഈ ഒരു പോർഷൻ മാത്രം നോക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു 90 ഡിഗ്രി ഉണ്ട്. അപ്പൊ ഇവിടെ നോക്കുന്ന സമയത്ത് നമുക്ക് ഇത് ഒ, ഇത് എ, ഇത് എം, ഇത് ടി ആണ്. നമുക്ക് 80യുടെ ലെങ്ത് ആണ് വേണ്ടത്. ഇവിടെ നമുക്ക് സിമിലാരിറ്റി അപ്ലൈ. കാര്യം സിമിലാരിറ്റി എങ്ങനെ അപ്ലൈ ചെയ്യുന്നത്, ഇവിടെ 2 ട്രയാങ്കിൾ നോക്കാം. ഏതൊക്കെ 2 ട്രയാങ്കിളാ, ഒ എ ടിയും അല്ലെങ്കിൽ ഒ എ എമ്മും, ട്രയാങ്കിൾ ഒ എ എമ്മും, അതുപോലെ ട്രയാങ്കിൾ ഒ എ ടിയും. കാര്യം നമുക്ക് അകത്തൊരു 90 ഡിഗ്രി വന്നാൽ എന്താണ്, 2 സിമിലാരിറ്റി നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്പൊ ഇവിടെ നോക്കേ, ഒ എ എമ്മിൽ ഒ എന്ന് പറയുന്ന ആംഗിൾ, ചെറിയ ട്രയാങ്കിൾ ഒ എ എം, അതുപോലെ വലിയ ട്രയാങ്കിൾ ഒ എ ടി. അപ്പൊ ചെറിയ ട്രയാങ്കിളും വലിയ ട്രയാങ്കിളും ഈ ആംഗിൾ എന്താണ്, കോമൺ ആണ്. അപ്പോൾ 2 ട്രയാങ്കിളിലെ ആംഗിൾസ് 2 ഈക്വൽ ആണെങ്കിൽ ആ ട്രയാങ്കിൾസ് എന്താണ്, സിമിലർ ട്രയാങ്കിൾ. അതൊക്കെ നമ്മൾ ക്ലാസ്സുകളിൽ പഠിക്കുന്നതാണ്. ഓക്കെ, ഇത് നമ്മൾ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യും. പിന്നെ അതേപോലെ ചെറിയ ട്രയാങ്കിളിലെ ഏതാങ്കിൾ വേറെ ഈക്വൽ ഉള്ളത്, 90 ഡിഗ്രി. ഇവിടെ ഈ ആംഗിൾ ഇത് 90 ആണ്. വലിയ ട്രയാങ്കിൾ ഏതെങ്കിലും 90 ഉണ്ടോ, ദാ ഇവിടെ ഈ ആംഗിൾ എന്തായിരിക്കും, 90 ആയിരിക്കും. കാര്യം റേഡിയസും ടാൻജന്റും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എന്താണ്, 90 ഡിഗ്രി. ഇത് 90 ഡിഗ്രി. റേഡിയസും ടാൻജന്റും തമ്മിൽ ഉണ്ടാക്കുന്ന ഈ ആംഗിൾ ഈക്വൽ ആണ്. അതായത് ഇവിടെ ചെറിയ ട്രയാങ്കിളിൽ ഒ എം എ 90 ഡിഗ്രി ആണെങ്കിൽ വലിയ ട്രയാങ്കിളിൽ ഒ എ ടി എന്താണ്, 90 ഡിഗ്രി. ഇനി ചെറിയ ട്രയാങ്കിളിലെ ഈ ഒരു ആംഗിളും വലിയ ട്രയാങ്കിളിലെ ഈ ഒരു ആംഗിളും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. കാര്യം 2 ആംഗിൾ ഈക്വൽ ആണെങ്കിൽ മൂന്നാമത്തെ ആംഗിൾ എന്തായിരിക്കും, ഓട്ടോമാറ്റിക്കലി ഈക്വൽ ആയിരിക്കും. അപ്പൊ നമുക്ക് പറയാം ചെറിയ ട്രയാങ്കിൾ ഒ എമ്മും വലിയ ട്രയാങ്കിൾ ഒ എ ടിയും എന്താണ്, സിമിലർ ആണ്. നമുക്ക് സിമിലർ ഈക്വൽ ആംഗിളിന് ഓപ്പോസിറ്റ് ഉള്ള സൈഡ്സ് എന്താണ്, ഈക്വൽ ആയിരിക്കും. അല്ല, സൈഡ്സിന്റെ റേഷ്യോ സെയിം ആയിരിക്കും. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇവിടെ ഇത് 16 ആണ്, ഇത് 20 ആണ്, ഇത് 12 ആണ്. ഇത്രയും നമുക്ക് കിട്ടുകയും ചെയ്യും. നമുക്ക് 80 ആണ് വേണ്ടത്. അപ്പൊ ഈ ചെറിയ ട്രയാങ്കിളിന്റെ ഓപ്പോസിറ്റ് എത്രയാണ്, ഒയ്ക്ക് ഓപ്പോസിറ്റ് 16 ആണ്. വലിയ ട്രയാങ്കിളിൽ ഒയ്ക്ക് ഓപ്പോസിറ്റ് എത്രയാണ്, 80 ആണ്. അത് നമുക്ക് കണ്ടുപിടിക്കട്ടെ. ഈക്വൽ ടു ചെറിയ ട്രയാങ്കിളിൽ ഈ ഒരു 2 വരയ്ക്ക് ഉള്ള ഈ ആംഗിളിന് ഓപ്പോസിറ്റ് എത്രയാണ്, 12 ആണ്. വലിയ ട്രയാങ്കിളിൽ 2 വര അല്ല 3 വര ഈ ആംഗിളിന് ഓപ്പോസിറ്റ് എത്രയാണ്, 190 ആണ്. ഓക്കെ, ഈ 3 വരയ്ക്ക് ഓപ്പോസിറ്റ് ഈ ആംഗിളും ചെറിയ ട്രയാങ്കിളിൽ ഒ എ എമ്മും വലിയ ട്രയാങ്കിൾ ഒ ടി എയും എന്താണ്, ഈക്വൽ ആണ്. നല്ലോണം പഠിച്ചെങ്കിലേ പറ്റും. നന്നായിട്ട് പഠിച്ചെങ്കിലേ ഈ ഒരു സിമിലാരിറ്റി നന്നായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. യെസ്, അപ്പൊ ഇവിടെ ഒ ടി എ എന്താണ്, 2 ആംഗിൾ ഈക്വൽ ആണ്. അപ്പോൾ ചെറിയ ട്രയാങ്കിളിന്റെ ഓപ്പോസിറ്റ്, ഈ ഒരു ആംഗിളിന്റെ ഓപ്പോസിറ്റ് 12 ആണെങ്കിൽ വലിയ ട്രയാങ്കിളിൽ അതിന് ഈക്വൽ ആയിട്ടുള്ള ആംഗിളിന് ഓപ്പോസിറ്റ്, അതിനാണ് കറസ്പോണ്ടിങ് സൈഡ് എന്ന് പറഞ്ഞാൽ എത്രയാണ്,
20 80യുടെ വാല്യൂ എന്ത് കിട്ടും? നമുക്ക് 4 വെച്ച് കിട്ടുന്ന സമയത്ത് ഇത് 3/5 നമുക്ക് 80 എന്ന് പറഞ്ഞാൽ 80/3 80/3 കിട്ടും അല്ലേ? 80 അവിടെ പോകുന്നു, 16 80/3 80/3 എന്ന് പറയുമ്പോൾ 26 2/3 26.67. ഓപ്ഷൻ സി നമുക്ക് കൊടുക്കാം. നല്ലൊരു ക്വസ്റ്റൻ ആണ്, ഇമ്പോർട്ടന്റ് ക്വസ്റ്റൻ ആണ്, സ്വന്തമായിട്ട് ചെയ്തുകൊണ്ട് പോകേണ്ട ക്വസ്റ്റൻ ആണ്, സിമിലാരിറ്റി ഒക്കെ അപ്ലൈ ചെയ്യേണ്ട ഒരു ക്വസ്റ്റൻ ആണ്. നല്ല ക്വസ്റ്റൻ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കും. അടുത്ത ക്വസ്റ്റൻ 5ാമത്തെ ക്വസ്റ്റൻ. ഇതൊന്നും ചെയ്യാൻ പറ്റും നോക്കും ചെയ്തേ. യെസ്. Question okay. WXYZ is a quadrilateral in which XQ and XZP are perpendicular to WY such that XQ ZP equal ആണ്. ഡയഗണൽസ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ വായിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല, നമ്മൾ വരയ്ക്കണം. ഇപ്പൊ WXYZ എന്താണ്? ഒരു ക്വാഡ്രിലാറ്ററൽ ആണ്, 4 സൈഡുള്ള പോളികളാണ് WXYZ. WXYZ ഒരു ക്വാഡ്രിലാറ്ററൽ ആണ്. XQ ആൻഡ് ZP ആർ പെർപെൻഡിക്കുലർ ടു WY. WY എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ ഡയഗണൽ ആയിട്ട് വരും. ഡയഗണൽ എന്ന് പറയുന്നത് XQ പെർപെൻഡിക്കുലർ ആണ്. XQ അതേപോലെ ZP 90 ഡിഗ്രി ആണെന്ന് പറയുന്നത്. XQ ZP ഈക്വൽ ആണ്. XQ ZP എന്നാണ് ഈക്വൽ ആണ്. ഡയഗണൽ ZX എന്ന് പറയുന്ന ഡയഗണൽ എങ്ങനെ വിടും? ഇങ്ങനെ പോകും. ഡയഗണൽ ZX ആൻഡ് WY ഇന്റർസെക്ട് ഈച്ച് അതർ അറ്റ് പോയിന്റ് O. ഇതാണ് പോയിന്റ് O. OX ഒരു 12 ആണ്. OX 12 ആണ്. ഓക്കെ, മറ്റേത് XQ അല്ലായിരുന്നു. ഓക്കെ, 12 ആണ്. ഇതിന് വാല്യൂ ഓഫ് ZX, ടോട്ടൽ ZX ന്റെ വാല്യൂ ആണ് വേണ്ടത്. OX 12 ഉണ്ട്. അപ്പൊ 12 കൂടെ എത്ര കൂട്ടണം? നമുക്ക് ഈ ഒരു OZ ആണ് വേണ്ടത്. OZ ആണ്. അപ്പൊ ഇവിടെ 2 ട്രയാങ്കിൾ ഉണ്ടായി. ഒന്ന് നോക്കേ. ഈ 2 ട്രയാങ്കിളിനകത്ത് ഒന്ന് ശ്രദ്ധിച്ചേ നിങ്ങൾ. 2 ട്രയാങ്കിൾ ഏതൊക്കെയാ? ട്രയാങ്കിൾ XQO, അതായത് ഇങ്ങനെ ഈ ട്രയാങ്കിൾ XQO, ഈ ട്രയാങ്കിളും ആൻഡ് ട്രയാങ്കിൾ POZ, ഈ ട്രയാങ്കിൾ POZ, ഈ ട്രയാങ്കിൾ ഉണ്ടോ? അപ്പൊ 2 ട്രയാങ്കിൾ ഒന്ന് ശ്രദ്ധിച്ചേ. 2 ട്രയാങ്കിൾ ഒന്നുണ്ട്, 2 ആംഗിൾ 90 ഡിഗ്രി ഉണ്ട്. ഇത് 90 ആണ്, ഇത് 90 ആണ്. ഒരു QX ഉം ZP എന്താണ്? ഈക്വൽ ആണ്. ഇനി ഏതെങ്കിലും 3 ഈക്വൽ ആയിട്ടുണ്ടോ? അതുപോലെ ഈ ആംഗിൾ നോക്കേ. ഈ ആംഗിളും ഈക്വൽ ആണ്. എന്തുകൊണ്ടാ? ഇത് ഓപ്പോസിറ്റ് ആംഗിൾ ആണ്. ഓപ്പോസിറ്റ് ആംഗിൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾ ആണ്. ഈ ആംഗിൾ ഈക്വൽ. ഇപ്പൊ ഇവിടെ ഒരു 90 ഡിഗ്രി ഉണ്ട്, ഈ ആംഗിൾ ഈക്വൽ ആണ്. ഇപ്പൊ 3ാമത്തെ ആംഗിളും ഈ ആംഗിളും എന്ത് തന്നെ ആയിരിക്കും? ഈക്വൽ തന്നെ ആയിരിക്കും. 2 ആംഗിൾ ഈക്വൽ ആണെങ്കിൽ 3ാമത്തെ ആംഗിൾ ഈക്വൽ ആയിരിക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിന്റെ ആംഗിൾ എല്ലാം ഈക്വൽ ആണ്. ആംഗിളിലെ ഈക്വൽ ആയിട്ട് സിമിലാരിറ്റിയും അപ്ലൈ ചെയ്യാം. അതുപോലെ എന്താണ്? ഇവിടെ ഒരു സൈഡും ഈക്വൽ ആണ്. ആംഗിളും ഈക്വൽ ആണ്. ഏതെങ്കിലും ഒരു സൈഡ് ഈക്വൽ ആയി കഴിഞ്ഞാൽ അതെന്താണ്? അത് കോൺഗ്രുവന്റ് ആണ്. രണ്ടും എന്താണ്? കോൺഗ്രുവന്റ് എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാ സൈഡും, ഒരു ട്രയാങ്കിൾ വേറൊരു ട്രയാങ്കിൾ കോൺഗ്രുവന്റ് ആണെന്ന് പറഞ്ഞാൽ ആ ട്രയാങ്കിളിന്റെ എല്ലാ സൈഡും എന്തായിരിക്കും? മറ്റേ ട്രയാങ്കിളിന്റെ എല്ലാ സൈഡും ഈക്വൽ ആയിരിക്കും. അതുപോലെ എല്ലാ ലെങ്തും എന്തായിരിക്കും? കറസ്പോണ്ടിങ് ലെങ്ത് എല്ലാം ഈക്വൽ ആയിരിക്കും. ഇവിടെ നമുക്ക് XQP എന്ന് പറയുന്നതും അതേപോലെ POZ എന്ന് പറയുന്നതാണ് കോൺഗ്രുവന്റ് ആണ്. അടുത്ത് എന്താ? Q90 ആണ്. അതേപോലെ ഇവിടെ P90 ആണ്. ഓക്കെ, P90 ആണ്. യെസ്, ഇങ്ങനെ POZ P90 ആണ്.
അതുപോലെ ഈ ആംഗിളും ഓയുടെ അവിടെ ഉള്ള ആംഗിൾ രണ്ടും എന്താണ് ഈക്വൽ ആണ്. ഓയുടെ അവിടെ ഉള്ള ആംഗിൾ എക്സ്, ഇത് ഓ അല്ലേ, ഓയുടെ അവിടെ ഉള്ള ആംഗിളും ഇവിടുത്തെ ആംഗിളും എന്താണ് ഈക്വൽ ആണ്. മറ്റേ ആംഗിൾ എന്തായിരിക്കും ഓട്ടോമാറ്റിക്കലി ഈക്വൽ ആവും. അതുപോലെ തന്നെ എക്സ് ക്യൂവും സെഡ് പി സെഡ് എന്താണ് സെഡ് പി ഈക്വൽ ആണ്. ഇത് രണ്ട് ഈക്വൽ ആയതുകൊണ്ട് ഇതും എന്തായിരിക്കും, ഇതും ഈക്വൽ ആയിരിക്കും, ഇതും ഈക്വൽ കോൺഗ്രുവന്റ് ആണ്. അപ്പോൾ എക്സ് ഒ എക്സ് എത്ര ആണോ അത്രയും തന്നെ ആയിരിക്കും എന്ന് പറയുന്നത്, ഒ എക്സ് എത്രയാണോ അത്രയും തന്നെ ആയിരിക്കും ഒ ഇസഡ് എന്ന് പറയുന്നത്. കാര്യം രണ്ടെന്താണ് സിമിലർ ആണ്, അല്ലെ, കോൺഗ്രുവന്റ് ആണ്. അതായത് 90 ഡിഗ്രി, ഇത് ഇവിടെ 90 ഡിഗ്രി ഓപ്പോസിറ്റ് ആണ് ഒ എക്സ്, ഇവിടെ 90 ഡിഗ്രി ഓപ്പോസിറ്റ് ആണ് ഒ ഇസഡ് എന്ന് പറയുന്നത്, ഒ ഇസഡ് എന്ന് പറയുന്നത്. 90 ഡിഗ്രി ഓപ്പോസിറ്റ് ഉള്ളതാണ് കറസ്പോണ്ടിങ് സൈഡ്. അത് എത്രയാണ്, 12 സെന്റിമീറ്റർ ആയിരിക്കും. നമ്മുടെ ആൻസർ എത്ര വരും, ആൻസർ എന്ന് പറഞ്ഞാൽ ഇസഡ് എക്സ് ആണ്. ഇസഡ് എക്സ് ആണ്, ഇസഡ് മുതൽ എക്സ് വരെ. ഇസഡ് എക്സ് എന്ന് പറഞ്ഞാൽ ഒ എക്സിന്റെ കൂടെ എന്ത് കൂട്ടണം, ഒ ഇസഡ് കൂട്ടണം. രണ്ടും എത്ര തന്നെയാണ്, 12 തന്നെയാണ്. 12 പ്ലസ് 12 24 സെന്റിമീറ്റർ ആയിരിക്കും ആ ഒരു ടോട്ടൽ ഡയഗണൽ എന്ന് പറയുന്നത്. നല്ല ക്വസ്റ്റൻ ആണ്. അടുത്ത ക്വസ്റ്റൻ ട്രൈ ചെയ്ത് നോക്കി. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻസ് ആണല്ല. ശരി, കിട്ടുന്നുണ്ടോ? ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി സമയം തരുന്നു. ഇവിടെ നോക്കി, ഇൻ ട്രയാങ്കിൾ എ ബി സി D is the midpoint of BC and DL is perpendicular to AB and DM perpendicular to AC such that DL equal to DM. Then the triangle will be. So ഇവിടെ നമുക്ക് ഫിഗർ വരയ്ക്കാതെ ഒരു രക്ഷയില്ല. നമുക്ക് ട്രയാങ്കിൾ വരയ്ക്കാം. ട്രയാങ്കിൾ എ ബി സി. ട്രയാങ്കിൾ എ ബി സിയിൽ എ ബി സി ട്രയാങ്കിളിൽ ഡി എന്ന് പറഞ്ഞാൽ മിഡ് പോയിന്റ് ഓഫ് സൈഡ് ബി സി, ബി സിയുടെ മിഡ് പോയിന്റ് ആണ്. ഓക്കെ, മിഡ് പോയിന്റ് ആണ്, പകുതിക്ക് വെച്ച്. ഡി എൽ ഈസ് പെർപെൻഡിക്കുലർ ടു എ ബി. ഡി എൽ എ ബിക്ക് പെർപെൻഡിക്കുലർ ആണ്. ഡി എൽ എന്ന് പറയുന്ന ഒരു ലൈൻ എ ബി എന്ന് പറയുന്നതിന് പെർപെൻഡിക്കുലർ ആണ്. അതുപോലെ ഡി എം ഈസ് പെർപെൻഡിക്കുലർ ടു എ സി. ഡി എം എന്ന് പറയുന്ന ലൈൻ എ സിക്ക് പെർപെൻഡിക്കുലർ ആണ്. ഓക്കെ, സച്ച് ദാറ്റ് ഡി എല്ലും ഡി എമ്മും ഈക്വൽ ആണ്. എന്ത് ട്രയാങ്കിൾ, ഈ ട്രയാങ്കിൾ എന്തായിരിക്കും, ട്രയാങ്കിൾ എ ബി സി ഏത് ട്രയാങ്കിൾ, ഇങ്ങനെയാണെങ്കിൽ ഏത് ട്രയാങ്കിൾ ആണ്. ഇവിടെ എന്താണ്, ഇത് രണ്ടും ഈക്വൽ ആണ്. യെസ്, യെസ്, നമുക്ക് ഞാൻ എ ഡി എന്ന് പറയുന്ന ലൈൻ ഒന്ന് ജോയിൻ ചെയ്യുന്നു. യെസ്, ഇപ്പൊ രണ്ട് ട്രയാങ്കിൾ നമുക്ക് ഉണ്ടായി. ഇവിടെ നോക്കിയേ, ഞാൻ ഈ ഒരു ട്രയാങ്കിളിനെയും ഈ ഒരു ട്രയാങ്കിളിനെ എടുത്തു. നല്ല ക്വസ്റ്റൻ ആണ് ഇതൊക്കെ. ഈ ഒരു ട്രയാങ്കിളും ഈ ഒരു ട്രയാങ്കിളും. ഒരു ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ ട്രയാങ്കിൾ ബി എൽ ഡി ആൻഡ് ട്രയാങ്കിൾ ഡി എം സി, രണ്ട് ട്രയാങ്കിൾ എടുത്തു. അപ്പൊ ഇതിനകത്ത് ആംഗിൾ ആയിട്ടുള്ള എൽ ഇവിടെ 90 ഡിഗ്രി ഉണ്ട്, എം ഇവിടെ 90 ഡിഗ്രി ഉണ്ട്. ഒരു സൈഡ് ഈ ഒരു സൈഡിന് ഈക്വൽ ആണ്, അടുത്ത സൈഡും അടുത്ത സൈഡ്, അല്ലെങ്കിൽ എൽ ഡിയും എം ഡി ഈക്വൽ ആണ്, ബി ഡിയും ഡി സി ഈക്വൽ ആണ്. അപ്പൊ ഒരാംഗിളും ബാക്കി രണ്ട് സൈഡും ഈക്വൽ ആണെങ്കിൽ നമുക്ക് പറയാം മൂന്നാമത്തെ സൈഡും എന്ത് തന്നെ ആയിരിക്കും, ഈക്വൽ ആയിരിക്കും. അപ്പൊ 90ക്ക് ഓപ്പോസിറ്റ് ഉള്ള സൈഡും 90യുടെ അടുത്തുള്ള സൈഡും. അപ്പൊ ഈ എം സിയും എൽ ബി ഈക്വൽ ടു എം സി ആയിരിക്കും. കാര്യം എന്തുകൊണ്ടാണ്, അത് ബാക്കി രണ്ടും ഈക്വൽ ആണ്, ബാക്കി രണ്ടും ഈക്വൽ ആണ്, അതുപോലെ ഒരു ആംഗിൾ ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ സൈഡ് ആംഗിൾ സൈഡ് വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്കിത് കോൺഗ്രുവന്റ് ആണ്. അപ്പൊ ഇത് ഡി എൽ ഡിയും ഡി എം സി എന്താണ്, കോൺഗ്രുവന്റ് ആണ്. അപ്പൊ നമുക്ക് ഇതിനകത്ത് എന്ത് കിട്ടി, എൽ ബി എന്ന് പറയുന്ന ലെങ്ത്, അതായത് ഈ ഒരു ആംഗിളും ഈ ഒരു ആംഗിളും ഈക്വൽ ആണ്. എൽ ബി എന്ന് പറയുന്നത് എം സി എന്ന് പറയുന്നത് ഈക്വൽ ആണ്. അതുപോലെ ഇനി അടുത്ത ട്രയാങ്കിൾസ് ഓക്കെ, നമുക്ക് ആ ടോട്ടൽ ട്രയാങ്കിളിനെ എത്തിക്കുക എന്നുള്ളതേ ഉള്ളൂ, മൂന്നും ഈക്വൽ ആണെന്ന് നോക്കാം. അടുത്ത ട്രയാങ്കിൾ ആണ് ട്രയാങ്കിൾ എ എൽ ഡി, അതായത് എ എൽ ഡി. കുറച്ച് നല്ല ക്വസ്റ്റൻ ആണ് എടുത്തിട്ടുള്ളത് കേട്ടോ. തുടക്കം പഠിക്കുന്നവർക്ക് ചിലപ്പോൾ പ്രയാസമായിരിക്കും, നിങ്ങൾ പഠിച്ചൊരു സമയത്ത് എത്തും, നിങ്ങൾക്ക് പഠിക്കേണ്ടതാണ്, മസ്റ്റായിട്ട് പഠിക്കേണ്ടതാണ്. നേരത്തേക്ക് പഠിച്ചവർക്ക് അറിയാം. ട്രയാങ്കിൾ എ എം ഡി, ഇവിടെ എന്താണ്, ഇവിടെ 90 ഡിഗ്രി, ഇവിടെ 90 ഡിഗ്രി, ഈ ഒരു സൈഡും ഈ ഒരു സൈഡും ഈക്വൽ ആണ്. എ ഡി എന്ന് പറഞ്ഞാൽ കോമൺ സൈഡ്. അപ്പൊ രണ്ട് സൈഡും ഒരു ആംഗിളും വേറൊരു ട്രയാങ്കിളിന്റെ രണ്ട് സൈഡിനും ഒരു ആംഗിളിനും ഈക്വൽ ആണെങ്കിൽ അതും എന്താണ്, കോൺഗ്രുവന്റ് ആണ്. നമുക്ക് എന്ത് പറയാം, ഇതും എന്താണ്, കോൺഗ്രുവന്റ് ട്രയാങ്കിൾ ആണ്, കോൺഗ്രുവന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് എന്ത് കൊടുക്കാം, എ എൽ ഈക്വൽ ടു എം. ഇവിടെ എൽ ബിയും എം സി ഈക്വൽ ആണ്, എ എല്ലും എ എം ഈക്വൽ ആണ്. രണ്ടും കൂട്ടുന്ന
എ ബി ഉണ്ടല്ലോ, അതും ഇത് രണ്ടോട് കൂട്ടുന്ന എ സി എന്നാണ് ഈക്വൽ ആണ്. എ ബി ഈക്വൽ എ സി എന്ന് പറയുന്ന ആ ഒരു തിയറം നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റും. അതിന്റെ അർത്ഥം എന്താണ്? ട്രയാങ്കിളില് ഈ രണ്ട് സൈഡുകൾ ഈക്വൽ ആണെന്ന് പറഞ്ഞാൽ അതിനാണ് നമ്മൾ ഐസോസിലസ് ട്രയാങ്കിൾ എന്ന് പറയുന്നത്. വേറെ ഒന്നും ഇവിടെ നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റത്തില്ല. ഈ ട്രയാങ്കിൾ എന്താണ്? ഐസോസിലസ് ട്രയാങ്കിൾ. നല്ല ക്വസ്റ്റ്യൻ ആണ്. കോൺഗ്രുവൻസി വെച്ചിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇപ്പോൾ ചോദിക്കുന്നുണ്ട്. കോൺഗ്രുവൻസിക്ക് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. വളരെ സിമ്പിൾ ആണ്. പക്ഷെ നിങ്ങൾ ഏത് അപ്ലൈ ചെയ്യണം എന്നുള്ളത് അറിഞ്ഞിരിക്കുക. അടുത്ത 7ാമത്തെ ക്വസ്റ്റ്യൻ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി. ഇവിടെ ക്വസ്റ്റ്യൻ നോക്കി. ട്രയാങ്കിൾ എ ബി ഡിയില് ആൻഡ് ട്രയാങ്കിൾ എഫ് ഇ സിയില് ബി എ ഡി 60 ആണ്. ബി എ ഡി ഇത് 60 ഡിഗ്രി ആണ്. ബി ഡിയും ഇ സി ഈക്വൽ ആണ്. ബി ഡിയും ഇ സി രണ്ട് ഈക്വൽ ആണ്. ബി എ ഡി 60 ആണ്. എ ബി ഡിയും എഫ് ഇ സിയും 90 ആണ്. എ ബി ഡിയും എഫ് ഇ സിയും രണ്ട് 90 ആണ്. എത്ര? ഇത് 30 ആണ്. എ ബിയും എഫ് ഇ ഈക്വൽ ആണ്. എ ബിയും എഫ് ഇ ഇതും ഈക്വൽ ആണ്. അപ്പോൾ ഫൈൻഡ് ദ റേഷ്യോ ഓഫ് ആംഗിൾ ബി എ ഡി. നമുക്ക് ഓൾറെഡി അറിയാം 60 തന്നിട്ടുണ്ട്. 60 ഡിവൈഡ് ബൈ എഫ് സി ഈ ഒരു ആംഗിൾ ആണ് വേണ്ടത്. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കേ, ഈ ഒരു ട്രയാങ്കിൾ എ ബി ഡി ട്രയാങ്കിളില് അതേപോലെ എഫ് ഇ സി ട്രയാങ്കിൾ ഇതും എ ബിയും എഫ് ഈക്വൽ ആണ്. അതുപോലെ ബി ഡി അതിന്റെ ബേസും സി ഈക്വൽ ആണ്. അതിന്റെ ഇടയ്ക്കുള്ള ആംഗിൾ എന്താണ്? ഈക്വൽ ആണ്. രണ്ട് ട്രയാങ്കിളില് ആംഗിൾ സൈഡ് ഈക്വൽ ആണെങ്കിൽ രണ്ടും എന്താണ്? കോൺഗ്രുവന്റ് ആണ്. കോൺഗ്രുവന്റ് ആണെങ്കിൽ ഈ ഒരു ആംഗിളും ഈക്വൽ ആയി. ഇത് 60 ആണെങ്കിൽ ഇതെന്താണ്? 60 ആണ്. 90യുടെ ഓപ്പോസിറ്റ് ഉള്ള സൈഡ് ഈക്വൽ ആണ്. ഇത് 90, ഇത് 90, ഇത് 60 ആണെങ്കിൽ ഇതെന്താണ്? 60 ആണ്. ബാക്കിയുള്ള ഇത് 30 ആണെങ്കിൽ ഇത് എത്രയാണ്? 30 ആണ്. 30 എന്ന് പറഞ്ഞാൽ എന്താണ്? എഫ് സി 30 ആണ്. 60/30 നമുക്ക് എന്തെന്ന് ട്രാൻസ്ഫർ 2/1. 2:1 ഓപ്ഷൻ ഡി ആൻസർ കൊടുക്കാം. നല്ല ക്വസ്റ്റ്യൻ. ടു സൈഡ്സ് ഒരു ആംഗിൾ ഈക്വൽ ആണെങ്കിൽ അത് കോൺഗ്രുവന്റ്. യെസ്. അടുത്ത ക്വസ്റ്റ്യൻ. ഇപ്പൊ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ നോക്കേ. ഇഫ് ദ length of a common external tangent to the two circles is 9 cm and that of a common internal tangent is 5, then the product of the radii of the two circles. അപ്പോൾ എക്സ്റ്റീരിയർ കോമൺ ടാൻജന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഡയറക്റ്റ് കോമൺ ടാൻജന്റ് എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് ഡി സ്ക്വയർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സെന്റേഴ്സ് മൈനസ് R1 മൈനസ് R2 ദ ഹോൾ സ്ക്വയർ ആണ്. അതുപോലെ ട്രാൻസ്വേഴ്സ് കോമൺ ടാൻജന്റ് അതിനാണ് നമ്മൾ ഇന്റേണൽ ടാൻജന്റ്. റൂട്ട് ഓഫ് ഡി സ്ക്വയർ മൈനസ് R1 പ്ലസ് R2 ദ ഹോൾ സ്ക്വയർ ആണ്. അപ്പൊ ഇതിന്റെ രണ്ടിന്റെയും സ്ക്വയർ കണ്ടുപിടിക്കുക. 9 ഈക്വൽ ടു ഡി സ്ക്വയർ മൈനസ് ഇതാണ്. 5 ഈക്വൽ ടു ഇതാണ്. അതിന്റെ സ്ക്വയർ എടുക്കുക. അങ്ങനെ ഡിഫറൻസ് ഒക്കെ എടുത്തിട്ട് പ്രോഡക്റ്റ് ഓഫ് R1 ഇൻറ്റു R2 കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ടാസ്ക്. അപ്പൊ അങ്ങനെ എഴുതി ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഞാൻ പറഞ്ഞു കുറച്ച് സമയത്ത് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക് പോലെ ജോമെട്രിയിലെ കുറച്ച് തിയറംസ് പഠിച്ചിട്ട് പോയാൽ ബാക്കിയുള്ളവരെക്കായും വേഗത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? എഴുതാം. അപ്പോൾ ഒരു ട്രയാങ്കിളിന്റെ ഡയറക്റ്റ് കോമൺ ടാൻജന്റും ട്രാൻസ്വേഴ്സ് കോമൺ ടാൻജന്റ് ഇതൊക്കെ നമ്മൾ ഫൗണ്ടേഷനിൽ പഠിക്കുന്ന കാര്യം തന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എക്സ്റ്റേണൽ ടാൻജന്റും ഇന്റേണൽ ടാൻജന്റും ലെങ്ത് തന്നിട്ടുണ്ടെങ്കിൽ പ്രോഡക്റ്റ് ഓഫ് ദെയർ റേഡിയസ് അതിന്റെ കണക്ട് ചെയ്യുന്ന ഫോമിലാണ് 4 ഇൻറ്റു, ഞാൻ ഒരു റെഡ് കളറിൽ തന്നെ എഴുതാം, അല്ലെങ്കിൽ ഗ്രീൻ കളറിൽ എഴുതാം. 4 ഇൻറ്റു ക്യാപിറ്റൽ ആർ ഇൻറ്റു സ്മോൾ ആർ. 4 ഇൻറ്റു ആ റേഡിയസിന്റെ പ്രോഡക്റ്റ്, ഒരെണ്ണത്തിന്റെ റേഡിയസ് ക്യാപിറ്റൽ ആർ, ഒരെണ്ണത്തിന്റെ സ്മോൾ ആർ ആണെങ്കിൽ 4 ഇൻറ്റു RR ഈക്വൽ ടു നമ്മളുടെ ഡയറക്റ്റ് കോമൺ ടാൻജന്റ് അല്ലെങ്കിൽ എക്സ്റ്റേണൽ ടാൻജന്റ്, അങ്ങനല്ലേ? എക്സ്റ്റേണൽ ടാൻജന്റിന്റെ സ്ക്വയർ മൈനസ് ഇന്റേണൽ ടാൻജന്റിന്റെ സ്ക്വയർ ആണ്. അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് കോമൺ ടാൻജന്റ് പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും. ഡയറക്റ്റ് കോമൺ ടാൻജന്റ്. ട്രാൻസ്വേഴ്സ് കോമൺ ടാൻജന്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും. ഡയറക്റ്റ് കോമൺ ടാൻജന്റ് സ്ക്വയർ മൈനസ് ട്രാൻസ്വേഴ്സ് കോമൺ ടാൻജന്റിന്റെ സ്ക്വയർ. ഡിഫറൻസ് എടുത്താൽ മതി. അപ്പൊ ഇവിടെ നമുക്ക് ഡയറക്റ്റ് കണ്ടുപിടിക്കാം. 4 ഇൻറ്റു, അല്ലെങ്കിൽ ഇത് അറിയാവുന്ന ഒരാൾ RRന്റെ വാല്യൂ എന്ത് കിട്ടും? R ഇൻറ്റു R വാല്യൂ കിട്ടും 81 മൈനസ് 25. 81 - 25/4. 81 - 25 അപ്പോൾ 56/4 എത്ര കിട്ടും? 14 ആൻസർ മാർക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യും?
അല്ലാത്തുള്ളവർ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കും, അതിന്റെ ആവശ്യമില്ല. ഡയറക്റ്റ് ഈ ഒരു ഫോർമുല പഠിച്ചു വെക്കുക. നമ്മൾ അപ്ലോണിക് സീറോ ഒക്കെ പഠിക്കുന്നത് പോലെ ഡയറക്റ്റ് കോമൺ ടാൻജന്റ് സ്ക്വയർ മൈനസ് ട്രാൻസ്വേഴ്സ് കോമൺ ടാൻജന്റ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും 4 ഇൻറ്റു ആ ഒരു സർക്കിളുകളുടെ റേഡിയസിന്റെ പ്രോഡക്റ്റ് ആയിരിക്കും. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. ഇങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് ആയിട്ട് പഠിച്ചിട്ട് പോകണം കേട്ടോ. യെസ്, ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മുടെ സീരിയൽ 2024 ജോമെട്രിയിലെ നല്ല ക്വസ്റ്റ്യനുകളുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. യെസ്, ഒരുപാട് ക്വസ്റ്റ്യൻസ് ജോമെട്രിക്ക് ചോദിക്കും. XYZ are 3 points on a plane with XY equal to, ഓക്കെ, ഞാൻ നമ്മുടെ പാറ്റേൺ ചേഞ്ചിനെ പറ്റിയും പറയാം. XYZ 3 points ആണ്, വിത്ത് XY 11 ആണ്, YZ 13 ആണ്, ZX 24 ആണ്. The number of circles that travel to the points XY and Z. അപ്പൊ ഇവിടെ നോക്കേ, XY പ്ലസ് YZ എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ XZ ആണ്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ഞാനിപ്പോ ഇവിടെ ഒരു ലൈൻ വരച്ചാൽ, നല്ലൊരു കൺസെപ്റ്റൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഞാനിവിടെ ഒരു ലൈൻ വരച്ചു, ഇത് X, Z, ഇവിടെ Y ആണെന്ന് വെച്ചു. അപ്പൊ XY 11 ആണ്, YZ 13 ആണ്, XZ കൂടുമ്പോൾ 24 വന്നു. അപ്പൊ ഇവിടെ സർക്കിൾ വരയ്ക്കാൻ പറ്റുമോ? എനിക്ക് സ്ട്രേറ്റ് ലൈനിലൂടെ സർക്കിൾ വരയ്ക്കാൻ പറ്റും. ഇതെന്താണ്? 3 എന്തിലാണ്? സ്ട്രേറ്റ് ലൈൻ. എനിക്ക് പറ്റുമോ? ഇല്ല, പറ്റത്തില്ല. ഈ സർക്കിൾ വരയ്ക്കണമെങ്കിൽ എനിക്ക് ഇങ്ങനെ വരയ്ക്കാം, അല്ലെങ്കിൽ ഇതുകൂടെ XY Z ചേർത്ത് വരയ്ക്കാം. എക്സും വൈ സെഡോട് ചേർത്ത് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? സർക്കിൾ വരയ്ക്കാൻ പറ്റത്തില്ല. കാര്യം XYZ അതിന്റെ വേണമെങ്കിൽ ഡയമീറ്റർ ആവും. ഒരിക്കലും ഇതെന്താവത്തില്ല. ഇങ്ങനെ 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 റേഡിയസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ സെന്റർ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. XYZ എന്ത് വരത്തില്ല? സർക്കിൾ വരത്തില്ല. സെന്റർ ഇവിടെ ആണെങ്കിൽ ഒന്നുകിൽ X അല്ലെങ്കിൽ Z, അല്ലെങ്കിൽ X അല്ലെങ്കിൽ Y. അപ്പൊ കൊളീനിയർ പോയിന്റ്സിലൂടെ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല. 3 കൊളീനിയർ, ഇനിയാണ് കൊളീനിയർ പോയിന്റ് എന്ന് പറയുന്നത് കേട്ടോ. ഒരേ ലൈനിലുള്ള പോയിന്റ്സിലൂടെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? നോ സർക്കിള് നമുക്ക് വരയ്ക്കാൻ പറ്റില്ല. അപ്പൊ എത്ര സർക്കിൾ വരയ്ക്കാൻ പറ്റും? 0 സർക്കിൾ. കൊളീനിയർ പോയിന്റ്സ് എന്ത് വരയ്ക്കാൻ പറ്റത്തില്ല? സർക്കിൾ വരയ്ക്കാൻ പറ്റും. ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ. അപ്പൊ ഇന്ന് നമ്മൾ ജോമെട്രിയിൽ 9 ക്വസ്റ്റ്യൻസ്, നല്ല ക്വസ്റ്റ്യൻസ് പഠിച്ചില്ലേ? അത് ഇതിന്റെ മെത്തേഡ്സ് ഒക്കെ നന്നായിട്ട് പഠിച്ചോളുക. പിന്നെ കുറെ പേര് പറയുന്നു പാറ്റേൺ ചേഞ്ച് ആവോ ഇല്ലെന്നുള്ളത്. അപ്പൊ പാറ്റേൺ ചേഞ്ച് ആവുന്ന കാര്യം പറയുന്നത് പോലും ഇല്ല. TCS തന്നെ നടത്തുമെന്ന് കുറെ പേര് പറയുന്നു. അതെന്തോ ആയിക്കോട്ടെ, നിങ്ങൾ ഇതുവരെ പഠിച്ചത് എന്താണോ അത് തന്നെ നന്നായിട്ട് പഠിച്ചിട്ട് പോവുക. സിലബസ് മാറാത്തിടത്തോളം കാലം നിങ്ങൾ ഏത് പാറ്റേൺ വന്നാലും നന്നായിട്ട് വൃത്തിയായിട്ട് പഠിച്ചുകൊണ്ട് പോകുന്ന ഒരാൾക്ക്, ഞാൻ എക്സ്പെഷ്യലി മാത്സിന്റെ കാര്യം പറയുകയാണ്, വൃത്തിയായിട്ട് പഠിച്ചുകൊണ്ട് പോകുന്ന ഒരാൾക്ക് ഏത് ക്വസ്റ്റ്യൻ വേണമെങ്കിലും ചെയ്യാൻ പറ്റും. അതിന്റെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. നിങ്ങൾ പഠിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ വേറെ ടെൻഷനൊന്നും ആവണ്ട. TCSന്റെ ക്വസ്റ്റ്യൻ മാത്രം, TCS എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ആയിട്ട് അവർ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ആ ക്വസ്റ്റ്യൻസ് തന്നെ പഠിച്ചാൽ മതി. എന്തെങ്കിലും പാറ്റേൺ ചേഞ്ച് വരുമ്പോൾ അതിന്റെ മോക്ക് ടെസ്റ്റുകൾ കാര്യങ്ങൾ വരും, അല്ലെങ്കിൽ അത് മോഡൽ ക്വസ്റ്റ്യൻസ് ഈ ചാനലിൽ തന്നെ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ അതിനെപ്പറ്റി ഒന്നും പേടിക്കേണ്ട. ഇതുവരെ എന്തൊക്കെ പ്രീവിയസ് ഇയർ ആണ് നിങ്ങൾ പഠിച്ചത്, ഒരിക്കലും കിരണിന്റെ ബുക്കിലോട്ട് പോകരുത്. TCSന്റെ പിനാക്കളുടെ ബുക്ക് തന്നെ മതി. അതിലെ തന്നെ ക്വസ്റ്റ്യൻസ് ചെയ്യുക. സിലബസ് നന്നായിട്ട് പഠിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. വേറെ ടെൻഷനോ കാര്യങ്ങളോ ഒന്നും വേണ്ട. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കിലെ ക്വസ്റ്റ്യൻസുമായിട്ട് കാണാം. നിങ്ങൾ കൂടുതൽ ക്ലാസ്സുകൾ വേണമെന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും, കൂടുതൽ ക്ലാസ്സുകൾ തരുന്നതായിരിക്കും. അതൊക്കെ നിങ്ങൾ കമന്റ് ആയിട്ട് പറയുക. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ക്ലാസ് കാണുന്നവർ യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ അത് കമന്റ് ആയിട്ട് പറഞ്ഞിട്ട് പഠിക്കാം. ഓക്കെ.